ലബു, അപ്പോ 1001 രാവുകൾ എന്ന ഈ പുസ്തകത്തിലെ ബസ്റയിലെ ഹസന്റെ 4 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. 5ാമത്തെ ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോ ഇത് കേൾക്കാത്തവരൊക്കെ ഈ 4 ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ ഈ 5ാമത്തെ ഭാഗം കേൾക്കാൻ പാടുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ അന്ന് എവിടെയാ പറഞ്ഞു നിർത്തിയേ? അതായത് ഈ മോഹിനി എന്ന് പറഞ്ഞ ഈ പെണ്ണ് കുളത്തിലേക്ക് കുളിക്കാൻ പോയി അല്ലെ. ഇറാഖിലുള്ള കുളത്തിലേക്ക് കുളിക്കാൻ പോയിട്ട് അവിടുന്ന് പിന്നെ സുബൈദ രാജ്ഞിയുടെ തോഴിയായ തൂഫ എന്ന് പറഞ്ഞ പെൺകുട്ടി ആരെ കാണുകയാണ്? ഈ മോഹിനിയെ കാണുകയാണ് കുളിക്കുന്ന സ്ഥലത്ത് നിന്ന്. പക്ഷെ സൗന്ദര്യം കണ്ട് മതിമറന്നിട്ട് ഈ പെൺകുട്ടി ഏത് വീട്ടിലാന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ തൂഫ ഈ പെൺകുട്ടിയുടെ പുറകിൽ തന്നെ പോയിട്ട് വീട് മനസ്സിലാക്കി വെച്ചിട്ട് രാജാവിന്റെ രാജ്ഞിയോട്, സുബൈദ രാജ്ഞിയോട് പോയിട്ട് പറഞ്ഞു, എന്ത്, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ട് ആ പെൺകുട്ടിയെ എങ്ങാനെ രാജാവ് കണ്ടാൽ ഉറപ്പായിട്ടും സുബൈദ രാജ്ഞി നിങ്ങളെ ഒഴിവാക്കിയിട്ട് അവളെ കല്യാണം കഴിക്കും, അത്രയും സൗന്ദര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ സുബൈദ രാജ്ഞി ഈ തൂഫയോട് ഒരു കാര്യം പറയാണ് അല്ലെ. അവിടെയാണ് നമ്മൾ നിർത്തിയത്. സുബൈദ രാജ്ഞി പറയാണ്, എനിക്ക് നീ ഇത്രമാത്രം വർണ്ണിക്കുന്ന ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണാണെങ്കിൽ എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പട്ടാളക്കാരനായ മസ്റൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ സുബൈദ രാജ്ഞി ആരുടെ വീട്ടിലേക്ക് അയക്കുകയാണ്? ഹസന്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. ഹസന്റെ വീട്ടിൽ വന്നിട്ട് ഡോറിൽ മുട്ടി. അപ്പോ ഹസന്റെ മാതാവ് വാതിൽ തുറന്നിട്ട് നോക്കുമ്പോ ആരാ ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഹാറൂൺ അൽ റഷീദ് കൊട്ടാരത്തിലെ രാജാവിന്റെ കൊട്ടാരത്തിലെ പരിചാരകനായ മസ്റൂറാണ്. എന്താ വന്നത്? ഇവിടെ ഒരു സുന്ദരിയായ ഒരു യുവതി ഉണ്ട് എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അവരെ കാണാൻ വേണ്ടിയിട്ട് രാജ്ഞിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് രാജ്ഞിയുടെ അടുത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പാട് ഉമ്മ പറഞ്ഞു, അയ്യോ, അത് അവളുടെ ഭർത്താവ് ഇവിടെ ഇല്ല, വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി ഇരിക്കുകയാണ്, വന്നിട്ടാകുമ്പോ വരാന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, രാജ്ഞിയുടെ ഓർഡറാണ്, അനുസരിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബലമായിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മാക്കാകെ പേടിയായി. ഉമ്മ എന്ത് ചെയ്തു? ഇവളെയും കൂട്ടി 2 കുട്ടികളെയും കൂട്ടിയിട്ട് മുഖമക്കനെയൊക്കെ ഇട്ടിട്ട്, മോഹിനി മുഖമക്കനെയൊക്കെ ഇട്ട് ഉമ്മ ഹസന്റെ 2 കുട്ടികളെയും 2 ഒക്കത്തി ഇരുത്തിയിട്ട് എന്ത് ചെയ്യാണ്? കൊട്ടാരത്തിലേക്ക് പോവാണ്. കൊട്ടാരത്തിലേക്ക് പോയി സുബൈദ രാജ്ഞിയുടെ മുമ്പിലേക്ക് പോയിട്ട് ഉമ്മ സുബൈദ രാജ്ഞിയുടെ കൈ പിടിച്ച് മുത്തം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, രാജ്ഞി, എന്താണ് അങ്ങ് നമ്മളോട് വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് സുബൈദ രാജ്ഞി മോഹിനി ഇങ്ങനെ മുഖം മറച്ചിട്ടാ ഉള്ളത്. മോഹിനിയോട് പറഞ്ഞു, നിന്റെ പേരെന്താ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ പേര് മോഹിനി, ഇവിടെ പുരുഷന്മാരാരും ഇല്ല, അതുകൊണ്ട് നിന്റെ മൂടുപടം നീ അഴിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ അവള് പതുക്കെ മൂടുപടം ഈ മോഹിനി അഴിച്ചു. അപ്പൊ സുബൈദ രാജ്ഞി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. പടച്ചോനെ, തൂഫ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും സൗന്ദര്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല. തൂഫക്ക് തെറ്റിപ്പോയിരിക്കുന്നു. കാരണം തൂഫ പറഞ്ഞ പ്രകാരം ഈ പെൺകുട്ടിക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്ര സൗന്ദര്യമാണ്. ഇത് എന്താണ്? ആകെ അത്ഭുതപ്പെട്ടിട്ട് രാജകുമാരി സുബൈദ രാജ്ഞി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ട് മുറിയിൽ പോയിട്ട് നല്ലൊരു വൈര്യം പതിപ്പിച്ച ഒരു മാല എടുത്തു കൊണ്ടുവന്നിട്ട് കഴുത്തിൽ അണിയിച്ചു കൊടുത്തു ഈ മോഹിനിയുടെ. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി, നിനക്ക് പാട്ട് പാടാൻ അറിയോ എന്ന് പറഞ്ഞു. അപ്പൊ മോഹിനി പറഞ്ഞു, ഇല്ല, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. നിനക്ക് നൃത്തം ചെയ്യാൻ അറിയോ? ഇല്ല, എനിക്ക് നൃത്തം ചെയ്യാൻ അറിയില്ല. ഇത്രയും സുന്ദരിയായ നിനക്ക് പാട്ട് പാടാനും നൃത്തം ചെയ്യാനും അറിയില്ല? അത് ഭയങ്കര കട്ടായി പോയല്ലോ, പിന്നെ എന്താ നിനക്കറിയാം എന്ന് ചോദിച്ചു. അപ്പൊ ഈ മോഹിനി പറഞ്ഞു, എനിക്ക് പറക്കാൻ അറിയാന്നു. അപ്പൊ സുബൈദ രാജ്ഞി ചോദിച്ചു, പറക്കാൻ അറിയാം? നീ എന്താ നമ്മളെ കളിയാക്ക? എല്ലാ രാജ്ഞി, എനിക്ക് പറക്കാൻ അറിയാം. അപ്പം ഉമ്മ ഇടപെട്ടിട്ട് ഉമ്മാക്ക് പേടിയായി. ഇവളിപ്പം എല്ലാം പറയുന്നുള്ള രീതിയിൽ ഉമ്മ എന്തോ പറയാൻ നോക്കുമ്പോ മോഹിനി പറഞ്ഞു, സുബൈദ രാജ്ഞി, ഞാൻ പറഞ്ഞത് സത്യമാണ്, എനിക്ക് പറക്കാൻ അറിയാം. എന്റെ പറക്കണ്ട തൂവലുടുപ്പ് ഈ എന്റെ ഭർത്താവിന്റെ വീടായ, അതായത് ഈ ഉമ്മയുടെ വീട്ടിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് എടുത്തു കൊണ്ടുവന്നുകയാണെങ്കിൽ ഞാൻ പറന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പാട് ഉമ്മ പറഞ്ഞു, രാജ്ഞി, ഇവൾ പറയുന്നത് പച്ചക്കള്ളാണ്, മനുഷ്യരാരെങ്കിലും പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? രാജ്ഞിയെ മുട്ടത്തിയാക്കുകയാണ്, അതുകൊണ്ട് രാജ്ഞി അത് വിശ്വസിക്കരുത്, മനുഷ്യരാരെങ്കിലും നമ്മൾ പറക്കുന്ന കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പൊ
മോഹിനി പറഞ്ഞു, അല്ല, അള്ളാഹുവാണ് സത്യം, എനിക്ക് പറക്കാൻ അറിയാം. ആ തൂവലുടുപ്പ് നിങ്ങൾ അവിടെ ഇല്ലേ നോക്കൂ, അത് എടുത്തോണ്ട് വാ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് പറക്കാൻ അറിയോ ഇല്ലയോ എന്ന്. ഉമ്മ ആകെ ബേജാറായി നിൽക്കുകയാണ്. അപ്പോൾ സുബൈദാറാജി എന്ത് ചെയ്തു, മസ്റൂറിനെ വീണ്ടും അയച്ചു. മസ്റൂറിനോട് പറഞ്ഞു, ആ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ മൊത്തം മരിച്ചു പിറക്കുക, എന്നിട്ട് ആ തൂവലെടുപ്പ് കണ്ടെത്തിയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. മസ്റൂർ പറഞ്ഞ പാടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട് മൊത്തം അരിച്ചു പറക്കിയപ്പോ മണ്ണിന്റെ അടിയിൽ, വീട്ടിന്റെ അകത്ത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട രീതിയിൽ തൂവലുടുപ്പ് കിട്ടി. ആ ഉടുപ്പ് എടുത്തിട്ട് മസ്റൂർ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് വന്നു. കൊട്ടാരത്തില് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. തൂഫയുണ്ട്, സുബൈദാരാജ്ഞിയുണ്ട്, സുബൈദാരാജ്ഞിയുടെ പരിചാരകർ ഒക്കെയുണ്ട്. അവരുടെയൊക്കെ മുമ്പിലേക്ക് മസ്റൂർ ഈ തൂവലുടുപ്പ് കൊണ്ടുവന്നപ്പോ ഈ മോഹിനി പെട്ടെന്ന് അത് തൂവലുടുപ്പ് വാങ്ങി പരിശോധിച്ച് നോക്കി. അൽഹംദുലില്ലാ, ഒരൊറ്റ ഒരു തൂവൽ പോലും പോയിട്ടില്ല, ഒരു കേടുപാടും പറ്റിയിട്ടില്ല. ആ തൂവലുടുപ്പ് ആര് ധരിച്ചു? മോഹിനി ധരിച്ചു. മോഹിനി ധരിച്ചിട്ട് സുബൈദാരാജ്ഞി ഇങ്ങനെ അത്ഭുതത്തോടെ ഇതൊക്കെ നോക്കുകയാണ്. ധരിച്ചിട്ട് അങ്ങനെ ചെറുതായിട്ട് ഒന്ന് അവിടുന്ന് പറന്ന് കാണിച്ചു. പരിചാരകരും സുബൈദാരാജ്ഞിയൊക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈയടിക്കാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച, ഒരു പെൺകുട്ടി ഇങ്ങനെ പറക്കുന്ന റൂമിന്റെ ഉള്ളിൽ. അപ്പോ ഈ മോഹിനി പറഞ്ഞു, എനിക്ക് ഇതിലും സ്പീഡിൽ പറക്കാൻ പറ്റും. അതാ ഈ വലിയൊരു വിശാലമായ റൂമുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് പറന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ സുബൈദാരാജ്ഞി പറഞ്ഞു, ഉണ്ടല്ലോ, നമ്മുടെ കുറച്ചപ്പുറത്ത് നല്ല വിശാലമായ ഹാളുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ. അപ്പൊ ഈ ഉമ്മാക്ക് ഇങ്ങനെ പേടിയാണ്, ഈ മോഹിനി ഇങ്ങനെ പറക്കുന്ന സമയത്ത് ഉമ്മാക്ക് പേടിയാണ്. അങ്ങനെ അപ്പുറത്തെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് ഈ മോഹിനി ആ ഹാളിൽ മൊത്തം ഇങ്ങനെ പറന്ന് കാണിച്ചു. ഈ ഉമ്മയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, രണ്ട് കുട്ടികളെയും രണ്ട് ചിറകിന്റെ മേലെ ഇരുത്തി. എന്നിട്ട് കുട്ടികളെ എടുത്തിട്ട് 2-3 റൗണ്ട് ഇങ്ങനെ പറന്നു. എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ പറന്ന് ജനലിന്റെ അടുത്ത് എത്തിയിട്ട് ജനലങ്ങ് തുറന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറന്ന് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പൊ സുബൈദാരാജ്ഞി തോന്നി, ഇവള് പുറത്തേക്ക് കുട്ടികളെയും കൊണ്ട് പറന്നു പോകാനുള്ള പരിപാടിയാണെന്ന് ആർക്ക് തോന്നി? സുബൈദാരാജ്ഞിക്ക് തോന്നി. ഉടനെ തന്നെ സുബൈദാരാജ്ഞി പറഞ്ഞു, ഹേ മോഹിനി, നീ പറഞ്ഞു പറ്റിക്കുകയാണോ? നീ അവിടെ നിൽക്ക്, എവിടെയാ പോകുന്നേ? അപ്പൊ അവള് പറഞ്ഞു, രാജ്ഞി, എനിക്ക് ചിറകുടുപ്പുകൾ കിട്ടിയപ്പോ പറക്കാൻ മോഹം, അതുകൊണ്ട് പെട്ടെന്ന് ഉമ്മയോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ, അച്ഛനോട് പറയണം, അച്ഛനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തന്ന ആളാണ് അച്ഛൻ. അച്ഛനോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല ഞാൻ പോകുന്നത്, എനിക്ക് പറക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ പറക്കാൻ നോക്കുമ്പോ ഉമ്മ ഇങ്ങനെ പൊട്ടിക്കരയാണ്. മോളെ പോകല്ലേ, നീ പോകല്ലേ എന്ന് പറയുമ്പോ ഇവള് പറയാണ്, അച്ഛനിക്ക് അത്രക്കും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഉമ്മ അച്ഛനോട് പറയണം, വാക്ക് എന്ന് പറഞ്ഞ ദ്വീപിൽ എന്നെ കുറിച്ച് അന്വേഷിച്ചാൽ മതി എന്ന് പറയണം. വാക്ക് ദ്വീപ് എന്ന് പറഞ്ഞ ഒരു ദ്വീപിൽ എന്നെ കുറിച്ച് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ മോഹിനി 2 കുട്ടികളെയും ചിറകിൽ ഇരുത്തിയിട്ട് ജനലിലൂടെ പുറത്തേക്ക് സ്പീഡിൽ അങ്ങ് പറഞ്ഞു മേഘങ്ങൾക്കിടയിലേക്ക് മറിഞ്ഞിട്ട് പറന്നു പോയി. സുബൈദാരാജ്ഞി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പരിവാരങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അവള് രാജ്ഞി വന്നിട്ട് ഉമ്മയുടെ കൈപിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങളെ മകള് ഒരു ജിന്നാണ് അല്ലെങ്കിൽ ഒരു ശൈത്താനാണെന്ന് എന്നോട് എന്താ പറയാതിരുന്നത്? മനുഷ്യരാരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് അവൾ ചെയ്തത്. അപ്പം ഈ ഉമ്മ ഇങ്ങനെ കരയാണ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്താ ചെയ്യാന്നൊക്കെ. എന്റെ വിധി ഇതാണ്, പടച്ചോൻ ഇതായിരിക്കും എനിക്ക് വിധിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ പറഞ്ഞ് ഉമ്മ കരഞ്ഞിട്ട് ബോധം കെട്ടു വീണു. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഉമ്മാക്ക് വെള്ളമൊക്കെ കൊടുത്ത് പരിചാരകമൊക്കെ ഒരു ഇതാക്കിയപ്പോ ഉമ്മാക്ക് ബോധം വന്നു. ഉമ്മ കരഞ്ഞുകൊണ്ടേ വീട്ടിലേക്ക് പോയി. അങ്ങനെ പോയി അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് അവിടെ നമ്മുടെ ജിന്നിസ്ഥാൻ എന്ന കൊട്ടാരത്തിലേക്ക് പോയില്ലേ, അവിടെ പോയി പെങ്ങന്മാരെയൊക്കെ കണ്ട് സന്തോഷത്തോടെ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് വീണ്ടും ഈ മോഹിനിയെയും കുട്ടികളെയും ഉമ്മായെയും കാണാൻ വേണ്ടിയിട്ട് ഇറാഖിലേക്ക് തിരിച്ചു വരികയാണ്. അച്ഛൻ സന്തോഷത്തോടു കൂടി വന്നിട്ട് വാതിൽ മുട്ടി. ഉമ്മ വാതിൽ തുറന്നു. ഉമ്മയുടെ കോലം കണ്ടിട്ട് അച്ഛൻ ആകെ വെപ്രാളായി, ക്ഷീണിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിട്ടാണ് ഉമ്മ നിൽക്കുന്നത്. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഉമ്മ എന്ത് പറ്റി? എന്റെ മോഹിനി എവിടെ, എന്റെ ഭാര്യ എവിടെ, എന്റെ കുട്ടികൾ എവിടെ എന്ന് ചോദിച്ചപ്പോ ഉമ്മ ഇങ്ങനെ പൊട്ടിക്കരയാണ്.
എന്ത് പറ്റി ഉമ്മ, എന്റെ ഭാര്യക്ക് കുട്ടികൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോ ഉമ്മ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഹസനോട്. ഹസൻ ഈ കഥ കേട്ടിട്ട് ആകെ ബോധം കെട്ട് വീടാ, പൊട്ടിക്കരയാണ് ഹസൻ. എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ പോയല്ലോ, ഇനി എവിടെയാണ്, എങ്ങനെയാണ് അവർ തിരിച്ചു കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മോഹോല്ലാസപ്പെട്ട് വീടും. ഒരുപാട് സമയത്തിന് ശേഷം ഹസന് ബോധം വന്നപ്പോ ഉമ്മ പറഞ്ഞു, മോനെ അവള് പോകുമ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവളെ നീ അന്വേഷിക്കുകയാണെങ്കിൽ വാക്ക് ദ്വീപ് എന്ന് പറഞ്ഞ ദ്വീപിൽ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. വാക്ക് ദ്വീപ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാ വാക്ക് ദ്വീപിലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഹസൻ നാട്ടിലേക്ക് ഇറങ്ങി. ഹസൻ അപ്പോഴാണ് ചിന്തിക്കുകയാണ്, എവിടെയാണ് ഈ വാക്ക് ദ്വീപ്? അങ്ങനെ ഒരു ദ്വീപിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടേ ഇല്ലല്ലോ. കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷി കരയുന്നത് പോലെയുണ്ട്. വാക്ക് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഒരു പക്ഷി കരയുന്ന പോലെയുണ്ട്. എവിടെയാണ് ദ്വീപ്? അങ്ങാടിയിലൊക്കെ പോയി ചോദിച്ചു, വാക്ക് ദ്വീപ് അറിയോ? ആർക്കും അറിയില്ല. പള്ളികളിൽ കയറിയിട്ട് മൗലവിമാരോടും ഉസ്താദുമാരോടും ചോദിച്ചു, വാക്ക് ദ്വീപ് അറിയോ? അറിയില്ല. പണ്ഡിതന്മാരോട് പോയി ചോദിച്ചു, വാക്ക് ദ്വീപ് അറിയോ? ആർക്കും അറിയില്ല. ഹസൻ തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ട് സങ്കടത്തോടെ പൊട്ടിക്കരയാണ്, ഉമ്മ അങ്ങനെ ഒരു ദ്വീപ് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്, എവിടെ അന്വേഷിച്ചിട്ടും ആർക്കും അറിയില്ല. അപ്പോഴാണ് ഹസന് വീണ്ടും ഒരു ഓർമ്മ വന്നത്. ജിന്നിസ്ഥാനിലെ കൊട്ടാരത്തിലെ എന്റെ പെങ്ങന്മാർക്ക് റോജക്കറിയായിരിക്കും ചിലപ്പോ ഈ വാക്ക് ദ്വീപ്. അതുകൊണ്ട് റോജയുടെ അടുത്തേക്ക് പോയേക്കാം. അതുകൊണ്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാൻ ഇനി എൻ്റെ മോഹിനിയും കൊണ്ട് തിരിച്ചു വരികയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പില്ല എന്ന് ഉമ്മ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ പെങ്ങന്മാരുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഉമ്മ മകനെ സങ്കടം കണ്ടിട്ട് യാത്രയാക്കി. ഹസൻ ആ കുടുക്ക് കൊട്ടി കുതിരയെ വന്നു. ഹസൻ ആ മലമുകളിലേക്ക് ജിന്നിസ്ഥാൻ എന്ന് പറഞ്ഞ കൊട്ടാരത്തിലേക്ക് വീണ്ടും പോയി. ഇപ്പൊ അടുത്ത കാലത്ത് പോയി ആ ഹസൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നത് കണ്ടിട്ട് റോജയും പെൺകുട്ടികളും എന്താ പറ്റി, എന്താ ഹസാന്നൊക്കെ ചോദിച്ചപ്പോ ഹസൻ ഈ കഥകളൊക്കെ റോജയോട് പറഞ്ഞു. മക്കളെ കൊണ്ടുപോയതും ഭാര്യ പറന്നുപോയതൊക്കെ പറഞ്ഞപ്പോ റോജ ആകെ സങ്കടത്തിലായി. ഇനി എന്താ ചെയ്യാ? അപ്പൊ റോജയോട് പറഞ്ഞു, റോജ എന്റെ മോഹിനി പറന്നു പോകുമ്പോ ഉമ്മയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? വാക്ക് എന്ന് പറഞ്ഞ ദ്വീപില് അവളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റോജക്കറിയോ വാക്ക് ദ്വീപ് എവിടെയാന്ന്? റോജ പറഞ്ഞു, ഞാൻ ആ ദ്വീപിനെ കുറിച്ച് കേട്ടിട്ടേയില്ല എന്ന് പറഞ്ഞപ്പോ ഹസൻ അവിടെ നിന്ന് തല തല്ലിയിട്ട് കരഞ്ഞിട്ട് നിലത്തേക്ക് ഇരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് വാക്ക് എന്ന് പറഞ്ഞ ദ്വീപ് ഹസൻ കണ്ടുപിടിക്കുക? അങ്ങനെ ഒരു ദ്വീപ് ഉണ്ടോ എന്നതിനെ കുറിച്ചാണ് അടുത്ത കഥയിൽ നമ്മൾ പറയുന്നത്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.